ഓൾ വെൽക്കം ടു വിഷു വ്ലോഗ്. ഹാപ്പി വിഷു. അപ്പം ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇന്ന് 12-ാം തീയതി ആയിട്ടുള്ളൂ. ഞാൻ നാളെ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് നല്ല പനിയാണ്. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അതുകൊണ്ടാണ് കിച്ചക്കരി കൊല്ലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പോയിട്ട് വരുന്ന വഴി വെള്ളരിയും ഒക്കെ അവിടെ വിൽക്കാനിട്ടിരിക്കുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം തൊട്ട് തന്നെ വിഷു വ്ലോഗ് എടുത്തേക്കാവുന്നു. പിന്നെ അമ്മ അവിടെ വെള്ളരിയും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നാളെ പടക്കമൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുള്ളൂ. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ നേരത്തെ എടുത്തതായിരുന്നു. എനിക്കൊന്ന് 10-ാം തീയതി എങ്ങാണ്ട് എടുത്തതാണ്. ഇന്നിപ്പം 13-ാം തീയതി ആയിട്ടുണ്ട്. അതായത് വിഷുവിൻ്റെ തലേദിവസം. ഇന്നാണ് ശരിക്കും ഒരു വിഷു ഘോഷമൊക്കെ തുടങ്ങുന്നത്. എനിക്ക് പനി കുറവുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ ഇന്നലെ വെള്ളരിയൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ഷൂട്ട് കണ്ടതാണ്, രാവിലെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈപ്പിയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അതുണ്ട്. ഇന്നാണ് നമ്മൾ പടക്കമൊക്കെ പൊടിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ആലപ്പുഴ പോയി വാങ്ങണം. അപ്പം ഞാൻ അതിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ പോകണം. ആലപ്പുഴ പോയി അത് വാങ്ങണം. കണിക്കൊന്ന കയറി പറിക്കണം. ഇവിടെ എല്ലാം മറ്റേ പ്ലാസ്റ്റിക് കണിക്കൊന്ന വന്നിട്ടുണ്ട്. മാക്സിമം നല്ല കണിക്കൊന്ന തന്നെ ഒറിജിനൽ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കിട്ടിയില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലേക്ക് ഒതുക്കേണ്ടി വരും. പക്ഷേ കിട്ടും. എവിടെയെങ്കിലുമൊക്കെ കയറി പറിക്കണമെന്നേ ഉള്ളൂ. അപ്പം അക്ഷയ ഇപ്പോൾ വരും. അതിന് മുമ്പ് എനിക്ക് അക്ഷയ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എൻ്റെ കസിൻസ് വരും ഇപ്പം. അപ്പം ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോവാണ്. പോകെ കാണിച്ചു തരാം. ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് അക്ഷയ പോണേ. ക്യാപ്പിൻ്റെ ഒരു ആധാർ എടുക്കണം അല്ലേ? അതെ. ഞങ്ങളിവിടെ വന്നു. ഇനി ഇതെന്താ ചെയ്യേണ്ടതാണ് നോക്കണേ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തു. എൻ്റെ പാൻ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തു. എല്ലാം ലിങ്കുകളായി. അഥവാ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. 10,000 രൂപ പിഴയാണെങ്കിൽ എന്തോ എൻ്റെ ഫോട്ടോയും മാറ്റി ഞാൻ. ഇനിയിപ്പോൾ സുന്ദരി മറ്റേതൊരു ഉള്ള ഫോട്ടോ ആയിരുന്നു. വേണ്ട കാണിച്ചു കൊടുക്കണ്ട. ഓക്കെ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഞങ്ങൾ അച്ഛനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ക്യാപ്പിനെ കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ആലപ്പുഴ പോവാണ്. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറണം. ഗ്ലാമർ ആയാലേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാം. സോ ഗായ്സ്, നമ്മൾ ആലപ്പുഴയിലെത്തി. നല്ല പോലീസുകാരനെ കണ്ടു. നമ്മൾ പാർക്ക് ചെയ്യാനൊക്കെ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യാണ്. പാർക്ക് ചെയ്തിട്ട് ഇതിന് പുറകെ മുട്ടൻ തിരക്കാണ്. ഞങ്ങൾ ഇപ്പുറത്തൊന്നും ഇനി ഞാൻ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാ സൈഡിലും എല്ലാ സാധനങ്ങളൊക്കെ വെക്കാൻ നിൽക്കുക. അപ്പോൾ പടക്കക്കടയിൽ ഭയങ്കര തിരക്കാം. അവിടെ നിന്ന് എന്നിട്ട് പടക്കം വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അച്ഛൻ വിളിച്ചായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് താഴെ വീഴണം. പോകുന്ന വഴിക്ക് ക്യാപ്പൂൻ്റെ ഫുഡും കൂടെ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പം പടക്കക്കട വെച്ചേ. ഇതാണ് പടക്കക്കട. ഇതിനകത്ത് മണ്ണുതുള്ളി ഇടാൻ ആളില്ലല്ലോ. ദൈവമേ. ഓലപ്പടക്കം. മതിയില്ലേ? കുറച്ചായി കൂടുതലായി. അച്ഛ വീട്ടിൽ നിന്ന് ഓടിക്കും. നമ്മളോട് അച്ഛനൊന്നും വാങ്ങിയെന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും സാധനം നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വീട്ടിൽ കയറ്റത്തില്ലെന്ന് ഉറപ്പായി. നമ്മള് വീട്ടിൽ പുറത്താക്കി ഉറപ്പായി. പകുതി സാധനം കുളിപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ കയറാം. ഞങ്ങള് റോഡ് സൈഡിൽ ഒരു വീട്ടിൽ ചെന്നിരുന്നു. ഇരുന്നിട്ട് അവര് പറിച്ചോളാൻ പറഞ്ഞു. അവരുടെ വീട്ടിലെ പണിക്കാർക്കും കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത്രയും കണ്ടതിൽ 4-3-7 കൊന്നെങ്കിലും ഉള്ള ഒരു കൊന്ന മരം ഇതാണ് കണ്ടേ. അങ്ങനെ നമ്മൾ മരത്തിൽ കയറാൻ പോവാണ്. പുഷ്പവൃഷ്ടി നടത്തുക ഇവിടെ. വാവ്. മിസ്റ്റർ അക്ഷയ് നായർ, നമ്മള് ഇത്രയും പൂ പറിച്ചു. കണ്ടോ, ഈ ചേട്ടന്മാരെ ഇവിടെ ജോലിക്ക് ചേട്ടന്മാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയ. കാരണം ഞങ്ങൾക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നു. യൂട്യൂബ് ചാനലുണ്ട്. എന്നോട് പറഞ്ഞ് വെള്ളം കുടിച്ചില്ലേ പ്രോഗ്രാം കാണില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ പണി നടക്കാം. അച്ഛയ്ക്ക് വെള്ളം പോലും വേണ്ട പോലും. ഗൈസ്, നമ്മൾ വീട്ടിൽ വന്നു. അപ്പം ഇത്രയൊക്കെ അതേ ഉള്ളൂ. ഇനിയും പറിക്കാൻ പോണം. അവിടെ എല്ലാവരും കഴിക്കുവാന്ന് തോന്നുന്നു, എന്നെ കൂട്ടാതെ. ഞങ്ങൾ കഴിക്കാൻ കയറി. ഇനി കഴിച്ചിട്ട് വേണം പോയി. ഓക്കെ. സോ ഗൈസ്, നമ്മൾ കഴിക്കാനിരുന്നു. എടുക്കാൻ മറന്നുപോയി. ഞാൻ വെജിറ്റേറിയൻ കഴിക്കുന്നത്. ഇവരെല്ലാം നോൺ വെജ് കഴിക്കുന്നു. വേണോ? എല്ലാവരും വന്നിട്ടുണ്ട്.
എന്റെ കസിൻ കസിൻ മാമ കസിൻ മാമ ഹായ്. ഞാൻ കാരണം അത് മണനാരടക്കളിൽ പോലും ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത ആൾ. Oh my God. അങ്ങനെ എനിക്ക് എന്റെ ആദ്യത്തെ വിഷു കൈനീട്ടം കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഉമ്മമായി ഓടി വരുന്നു കാല് പൊള്ളിക്കൊണ്ട്. ഞാൻ എല്ലാവർക്കും പിള്ളേർക്കും ഞാൻ കൈനീട്ടം കൊടുത്തു. എനിയും കിട്ടി. വിഷു തുടങ്ങിയിരിക്കുകയാണ്. ഓ അങ്ങനൊന്നും ഇല്ല ഇവിടെ. എനിക്കൊന്നും പറയാനില്ല. എന്തോ എന്റെ മക്കളെ അഴിമതിക്ക് കയ്യും കാര്യം വെച്ച ഇവരൊക്കെ എന്തോ ചെയ്യണം. അതിന് വല്ല മേടിച്ച് കഴിച്ചിരുന്നെങ്കിൽ ശരീരത്തെങ്കിലും കണ്ടേനെ. ഇതുപോലെ പൊട്ടിച്ച് കളയാൻ വേണ്ടിട്ട് കാശ് കളയാന് അഹങ്കാരി. നമ്മളിവിടെ 1 രൂപ കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നത്. അപ്പോ നമ്മള് ഒരു ചെറിയ റീൽ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ രാമപുരത്ത് പോവാണ്. നമ്മുടെ അവിടെ കുടുംബത്തില് പൂജയാണ്. അവിടെ തൊഴുതിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങിച്ച പടക്കല്ല പിടിക്കാൻ. നമ്മള് പൂജ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ മുല്ലപ്പൂ വാങ്ങിച്ചു, അതുപോലെ കൃഷ്ണന് മാലയിടാൻ വാങ്ങിച്ചു, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ആപ്പിൾ. ഓറഞ്ച് വാങ്ങിച്ചില്ല, ഓറഞ്ച് വാങ്ങിച്ചു. നല്ല ഗൈസ് നമ്മളപ്പോ വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. പക്ഷെ നല്ല മഴ പെയ്ത് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നപ്പോ നല്ല ഭയങ്കര ചുട്ടുകൊള്ളുന്ന ചൂടായിരുന്നു തറയ്ക്കൊക്കെ. ഇപ്പൊ നനഞ്ഞു. നമുക്കൊരു തണുപ്പുണ്ട് എങ്കിൽ കൂടെ ഞാൻ കഷ്ടപ്പെട്ട് അത്രയും പൈസക്ക് വാങ്ങിച്ച് പടക്കകത്തിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കുമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ മഴ തോർന്നിരിക്കുക. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇപ്പൊ പൊട്ടിച്ചു തുടങ്ങാന്ന് വിചാരിക്കുന്നു ഞാൻ. ഫ്രൂട്ട്സ് ആയിരിക്കും കണി വെക്കാൻ വാങ്ങിച്ച എടുക്കണമായിരിക്കും. അപ്പോ അക്ഷയനെ വിളിച്ചു. അവന് വണ്ടാരത്ത് അവൻ വന്നോണ്ടിരിക്കുക, തുടങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇന്നാളെ വെയിറ്റ് ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോൾ വേണം മഴ പെയ്യാം. അപ്പൊ ഞാൻ അപ്പുറത്തുനിന്ന് തന്നെ കണ്ണൻ ചേട്ടനെ കൂടെ വിളിച്ചിട്ട് വരാം. അപ്പച്ചീനെ പടക്കം പൊട്ടിക്കാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് വന്നിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു ഗായ്സ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും പല പരിപാടികളിലായിരുന്നു. ഞാൻ എന്തായാലും പൊട്ടിച്ചു തുടങ്ങാൻ അച്ഛൻ പറഞ്ഞു. ബിക്കോസ് നോക്കൂ, നമുക്ക് ഇഷ്ടം പോലെ പടക്കമുണ്ട്. അത് കാരണം നമുക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങാം. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോൾ കണ്ണൻ ചേട്ടൻ വന്നു. ഒരു മൈപ്പീലി അകത്തോട്ട് സ്കൂട്ടർ കയറിപ്പോ കണ്ടു. ഒന്നുകൂടെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇനി ചക്രമാണ് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പം പൊട്ടിക്കും. കണ്ടോ പടപട വന്നില്ല, ചിരി പോയി ഗൈസ്. വന്നു ചക്രം കത്താൻ പോകുന്നു. ഇല്ല എന്താ പറയുമോ, ആ നിരക്കുള്ള അല്ല, അതിനെ വിസ്തരിച്ച് കാണാൻ പറ്റത്തില്ല. മേലോട്ട് ഇല്ല. നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ട് വരാൻ പോകണം. ചെറിയൊരു കാണില്ല. സെറ്റ്
മറ്റേ മേളിൽ പോയി പുസ്തകമാവുന്നുണ്ട്. ഇത് പൊട്ടത്ത് മാത്രമേ ഉള്ളൂ. ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ. തൊണ്ട പോയല്ലോ. ഓക്കെ അടുത്ത ഐറ്റം പരീക്ഷിക്കാൻ പോവാ. പരീക്ഷണ അച്ഛനാണ്. ഇല്ല പറ്റിയില്ല. ഇച്ചിരി അതാ ചന്ദ്രൻ ലൈറ്റ് വേണോ? ആ വാ. നിന്റെ അമ്മ കത്തിക്കാൻ പോകുന്നു. ഈരശൂര പരാക്രമം മിണ്ടല്ലേ പറഞ്ഞേ. ആ മാറിക്കോ മാറിക്കോ. ഇവ എന്തിനു കരയുന്നത് എന്തോ. ഒന്നുമില്ല, വെറുതെ കത്തിച്ചിട്ട് പോയാ മതി. തറയിലിരിക്കണ്ട. ഓ അമ്മ അങ്ങനെ തിരിതെളിച്ചിരിക്കുന്ന പടക്കം ദാ പോലെയാണ് ഗൈസ്. എവിടെ ഇത്രയും പേര് കത്തിച്ചിട്ട് ആദ്യമായിട്ടൊരു പടക്കം കത്തിച്ച ദാ കിടക്കുന്ന ഐശ്വര്യം ചീറ്റി. ഇതാണ്ടേ അതിന്റെ സാധനം മാറ്റി പോ. എന്താ അല്ലേ ആ ഒരു ഐശ്വര്യം. ശരി, ഇനിയും തോക്കില്ല ഞാൻ എന്നുള്ള മുദ്രാവാക്യത്തോടെ സക്സസ്ഫുൾ. അത് പൊട്ടി ഗൈസ്, അത് പൊട്ടി. ഇല്ല ഓ മൈ ഗോഡ്, മണ്ടന്മാരെ ആദ്യം കത്തിക്കേണ്ടത്. അമ്മ കത്തി അമ്മ കത്തി അമ്മ കുറ്റു. ഇല്ല വേണം. പയ്യാതെ എന്ത് ഈ ബോക്സ് തുറന്നു നോക്കണം. ഫോട്ടോ ഉണ്ടല്ലോ, തുറന്നല്ലേ വെച്ചിരിക്കുന്നത്.
കൾപ്പറേറ്റിനെ കിട്ടിയിട്ടുണ്ട്. വളം വിട്ടതാണ്. ഇവിടുന്ന് നേരെ പോയി അപ്പുറത്തെ പറമ്പിലാണ് ഇവിടെ താഴോട്ട് കൊട്ടിരുന്നു. ആദ്യമായി ഇത് കണ്ടിരിക്കുന്നവരെല്ലാം ചീറ്റിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് വിഷു ഈ രാത്രിയോടുകൂടി സമാപിക്കുകയാണ്. ഇത് നമ്മൾ നാളെ രാവിലെ പൊട്ടിക്കും കുറച്ച് കൊലപ്പടക്കമൊക്കെ. പക്ഷെ ഹാപ്പി വിഷു. ഗായ്സ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോക്കാണ്, ഞാനും അച്ഛനും മാത്രം ഇരുന്ന് പടക്കം പൊട്ടിക്കണമെന്ന്. പക്ഷെ എല്ലാവരും ജോയിൻ ചെയ്തു. കളറായിരുന്നു. ഞങ്ങൾ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു. ഇനിയുണ്ട് ബാക്കിയല്ലേ. ഇനി കമ്പിത്തിരിയും മറ്റേ എന്താണെന്ന് വെച്ചാൽ ഓലപ്പടക്കം അതൊക്കെയാണ് ഉള്ളത്. അത് ശരിക്കും നാളെ വെളുപ്പിനെയും പൊട്ടിക്കും. അപ്പം അത് നാളെ വെളുപ്പിനെ പൊട്ടിക്കാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ആർമാദിച്ച് പൊട്ടിച്ചു. വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഇനി നാളെ കണി ഒരുക്കാം നമുക്ക്. സോ ഗായ്സ്, എൻ്റെ ഉച്ചയൊക്കെ പോയി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ മേലെഴുതി നല്ല ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ എന്തൊരു ആശ്വാസം. ഈ ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ലിറ്ററലി നമ്മൾ ഭയങ്കര ബോഡി പെയിനും അതൊക്കെ ഉള്ളപ്പോഴത്തേക്കും ചൂടുവെള്ളത്തിൽ കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ഇനി നമ്മൾ കണി ഒരുക്കാൻ പോവാം. കണി ഒരുക്കിയിട്ട് വല്ലതും കഴിച്ചിട്ട് കിടക്കണം. ഇപ്പോഴേ 11 മണിയായി. വെളുപ്പിനെ എഴുന്നേക്കണം. 4 മണിക്ക് കണ്ട എഴുന്നേറ്റ് അത് കണി കാണാൻ പറ്റുള്ളൂ. 4 മണി വരെ ഉള്ളൂ അമ്പലത്തിൽ കണി. അപ്പം എത്ര മണിക്ക് എഴുന്നേക്കണ്ടേ? അപ്പം പിന്നെ എന്തിനാ 4:15 പോകുന്നേ? ഇപ്പം 4:15 4:15 പോകണം ഗ്യാസ്. അപ്പം ഉറങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും. പക്ഷെ കണി കാണണമെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചതിലൊന്നും മനസ്സിലാവാതെ കണ്ടാലേ ഒരു സുഖമുള്ളൂ. അതെന്തായാലും കണി ഒരുക്കുന്ന ഞാനല്ല, ആ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ അല്ല, അമ്മയുടെയാണ്. അച്ഛൻ്റെ ഗംഭീരമായ ഡയലോഗുകൾ. കുളിച്ചിട്ടുണ്ടേ പോകാനൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ. എല്ലാവരും രാവിലെ എഴുന്നേക്കണമല്ലോ എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ്. 4:30 ഒക്കെ ആകുമ്പോൾ ചെന്നാൽ മതി. അപ്പോൾ കണി ഒരുക്കുന്ന കാണിച്ചതാണ്. ഇതാണ് നമ്മളുടെ ഉരുളി. പുതിയ ഉരുളി വാങ്ങിക്കണം നമ്മൾ പറഞ്ഞെങ്കിലും വീണ്ടും പഴയ ഉരുളിയിൽ തന്നെ നമ്മൾ കണി വെക്കുകയാണ്. കണ്ടോ കൃഷ്ണൻ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നു. കൊച്ചി കാണാൻ തന്നെ. ഇത് ഞാൻ ഷൂട്ടിന് വാങ്ങിച്ച മൈപ്പീലിയ. ഇപ്പം മൈപ്പീലി നിറഞ്ഞിവിടെ. പുറകിലിരിക്കുന്നതല്ല, അല്ലാത്ത ഇവിടുത്തെ തിരുമേനിയ. വലിയ തിരുമേസ് ഏതിലത്തെയാ? ഹാപ്പിയായോ? ഹാപ്പിയായി. ചിരിച്ചു കാണിക്കുന്നു. ഓക്കെ, മണ്ഡലമാസം കഴിഞ്ഞു. ഇനി കൃഷ്ണയുടെ ഇമ്പോർട്ടൻസ് സ്പോട്ട് സാരയിട്ട് മറ്റേ കൂടിട്ടോട് ഇത്തവണ ആത്മാദിച്ച അത് കുഞ്ഞാ കെട്ടിയത്. അയ്യവ സൂപ്പറായിരുന്നു. വാങ്ങിയതോ റോസാപ്പൂ പോലെ? കുളിച്ച് കൊച്ചി ഭയങ്കരമായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ട്. അമ്പലത്തിൽ പോയിട്ട് വരാം. എനിക്ക് കൈനീട്ടം കിട്ടി.
വീട്ടിൽ വന്നു. അപ്പുറത്തെ അമ്പലത്തിൽ കൂടെ പോകണം. ഇതുണ്ടോ, ഞാൻ ഇന്നലെ കത്തിച്ചാ കാണിച്ചതാ. ഇത് മൊത്തം ആക്കിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞാൻ വിഷു കൈനീട്ടത്തിൻ്റെ ഒരു കഥ പറയാം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ, ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. മരിച്ചുപോയി. ജയ്പിരി അപ്പൂപ്പനായിരുന്നു ഞാൻ വിളിക്കുന്നത്. ജനാർദ്ദനൻ എന്നാണ് പേര്. അപ്പോൾ അപ്പൂപ്പൻ്റെ കൈനീട്ടാണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അച്ഛൻ്റെയാണ്. പക്ഷേ ഇത്തവണ എനിക്ക് വേറെ തന്നെ കൈനീട്ടം കിട്ടിയത്. പക്ഷേ അല്ലാതെ അങ്ങനെ തന്നെയായിരുന്നു ഇത്രയും വർഷവും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അപ്പൂപ്പൻ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത് മറ്റേ ചൂടോടെ നോട്ടം നടത്തില്ല, അതുപോലെയാണ് 10 നോട്ട്. ഇതൊന്ന് പറയും, തൊണ്ട തന്നെ എടുക്കുന്നു പ്ലീസ് ഗൈസ്. അങ്ങനെ ബാങ്കിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുത്തോണ്ട് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫ്രഷ് നോട്ടാണ് പുതിയ നോട്ടിന്റെ മണം. അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ കൈനീട്ടം തന്നെ. ഇത് അതേപോലെ ഒരു ഫ്രഷ് നോട്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ശംഭുവിന്റെ 28 കൊടുത്തതാ. ഞാൻ ആ ഫോട്ടോ ഇവിടെ വെക്കാതെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇപ്പോഴേ ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ആ അച്ഛനെ കൊണ്ടുവച്ചതും ആ ഫ്രഷ് നോട്ടിന്റെ മെമ്മറി ഇങ്ങനെ നമുക്ക് വരും. ഇപ്പോഴും മണമുണ്ട്, നല്ല മണമുണ്ട്. ഞങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് 23 വർഷം. ഇതുപോലെ തന്നെ തരാം. വിഷു കൈനീട്ടത്തിന് ഇങ്ങനെ ബെഡിൽ നിരത്തി വെച്ചേക്കും. അപ്പൂപ്പന്റെ ബെഡിൽ ഇതുപോലെ 10, 20, 50 ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ 50. ഞങ്ങൾ 10 കാറ്റഗറി. 20 ആർക്ക് കൊടുക്കുന്നുണ്ടോ അപ്പൂപ്പൻ? 20 തീർന്നു കഴിയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിലെ ഒരെണ്ണമല്ല തരാം, ഒരു 2-3 എണ്ണം കൂടെ അവിടെ നിന്ന് മിക്സ് ചെയ്ത് അവർക്ക് അപ്പൂപ്പനെ കണക്കാം അതുപോലെ തരും. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര രസമാണ്, നല്ല മണം. ഇതെന്തായാലും അമ്മ സൂക്ഷിച്ച് വെച്ചോണ്ട് ഒരേ സീരിയൽ നമ്പർ ആരായിരുന്നു? റിച്ചേരി 1 മുതൽ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് അമ്മ തന്നു കൈനീട്ടം. അച്ഛനിക്ക് തന്നിട്ടില്ല. ഇനിയിപ്പോ ശമ്പൂര് ഗൂഗിൾ പേ അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപ അയച്ചുകൊണ്ടിട്ട് വീട്ടിലെ കാരണം കൈനീട്ടം വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കണേ ഭഗവാനെ. ആ ശംഭുവിന്. ഓ ശംഭു ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ വീഡിയോ എടുത്ത. ഇതാണ് ഇവിടുത്തെ കണി. സൂപ്പർ ആയിട്ടുള്ളത്. കൊടുത്ത് കാലത്തോടെ നിൽക്കുവാണ്. രണ്ടടേ ഹോ അനുഗ്രഹിക്കണേ അമ്മേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ട് ഞാൻ കാലത്തോളാൻ പോയി. ഓക്കെ, താങ്ക് യു. ആ കോട്ട തീരട്ടെ. അയ്യോ, ഞാൻ ഇന്ന് വ്ളോഗിൽ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ അപ്പൊ 8 പോലെയാ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാൻ കണ്ടോ, അപ്പച്ചി വല്യച്ഛനും അതുപോലെ എടുത്തു പോലും. അപ്പൂപ്പന്റെ കെട്ടുപോലെ ഞാൻ ഇന്നിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൂപ്പൻ പണ്ടിങ്ങനെ ബെഡിൽ നിരത്തി വെക്കുമായിരുന്നു, കെട്ട് പോലെ വാങ്ങിച്ച്. കണ്ടോ, അതാണ് ഇതുപോലെ ആയിരുന്നു അപ്പൂപ്പനും. ബ്ലോഗ് ആരാണ്? ബ്ലോഗ് ഇത് തന്നെയാ, ആ സമയത്ത് തന്നെയാ. സീരിയൽ നമ്പർ അങ്ങനെ തന്നെ ഇതാണ് ചേച്ചിക്ക് കൊടുത്തത് അപ്പൂപ്പൻ. അല്ലല്ല, ഇത് അവർക്ക് ലാസ്റ്റ് കൊടുത്ത കൈനീട്ടം. ഇത് കൈനീട്ടത്തിന്റെ അപ്പൂപ്പന്റെ 54 കളർ മാറിയല്ലേ? ഹായ് ഗായ്സ്, അപ്പം ഇതോടുകൂടി നമ്മുടെ വിഷു വ്ലോഗ് അവസാനിക്കുകയാണ്. ഇനി വിഷു ഷൂട്ടാണ്. എല്ലാ വിഷുവും ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കും. ഈ വിഷുവിന് ഫോട്ടോ എടുക്കാൻ പോകാൻ ശമ്പൂല്ല. ശമ്പൂരെ വെട്ടിക്കയറ്റാം, തല വെട്ടിക്കയറ്റാം. അതിന് പകരം നമ്മൾ അക്ഷരം നടക്കുന്നുണ്ടെങ്കിൽ തല മാത്രം വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട്. അപ്പം കൊച്ചാപ്പൂത ഇപ്പോഴത്തെ ഡ്രസ്സ് കാലം ചൂടാവുന്ന പറഞ്ഞുകൊണ്ട് കാലത്ത് ആഗ്രഹമുണ്ട്. അപ്പം ഫോട്ടോസ് വീഡിയോ ഒക്കെ